മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ബി.ജെ.പി. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായോ? വിജയകുമാർ, ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് സമീപം ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ കെ സുരേന്ദ്രൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പിരിഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ സംഘർഷം ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിനിടയിൽ കുറേയധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു പ്രവർത്തകനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വാഹനത്തിനുള്ളിൽ കയറി മർദ്ദിച്ചു. ഈ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും ഈ സമരവുമായി നടു റോഡിൽ നിൽക്കുന്നത്. ബി.ജെ.പി. നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനപരമായി അവർ സമരം ചെയ്തിരുന്നു. ഇതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെ. ആ പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ കയറ്റിയതിനു ശേഷം ചില പോലീസ് ഉദ്യോഗസ്ഥർ, അത് സിവിൽ പോലീസ് ഓഫീസർമാരാണ്, ആ സിവിൽ പോലീസ് ഓഫീസർമാർ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്ത ഈ പ്രവർത്തകരെ തല്ലി എന്നുള്ളതാണ് ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം ഇപ്പോൾ കനക്കുന്നത്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് അവർ ആരോപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സ്ഥലത്തുണ്ട്. അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയാണ് നിലവിൽ ഇപ്പോഴും ബി.ജെ.പി. പ്രവർത്തകർ ചെയ്യുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളെ വിടാൻ ഇനിയും ബി.ജെ.പി. പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇതാ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ബി.ജെ.പി. പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് വാഹനത്തിൽ കയറ്റി മർദ്ദിച്ചത് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ അയാളെ ഇവിടെ നിന്നും ബി.ജെ.പി. പ്രവർത്തകരുടെ ഇടയിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം, വലിയ സംഘർഷം അല്പസമയം മുമ്പ് ഇവിടെ അരങ്ങേറി. ഇനിയും ബി.ജെ.പി. നേതാക്കൾ, ബി.ജെ.പി. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ സമരത്തിന് നേർക്കുണ്ടായത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. അതിനുശേഷമാണ് വാഹനത്തിനുള്ളിൽ വെച്ച് ചില ബി.ജെ.പി. പ്രവർത്തകരെ 2 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ച സാഹചര്യം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. പോലീസും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി പോലീസ് ജീപ്പിൽ കയറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോഴും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ ബി.ജെ.പി. പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ തിരക്കേറിയ നഗരത്തിൽ ഈ റോഡിൽ ഇപ്പോഴും പ്രതിഷേധം കനക്കുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ പോലീസ് വാഹനത്തിൽ കടന്ന് പോലീസ് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ബി.ജെ.പി. ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, അവിടെ മാർച്ച് തുടരുകയാണോ? പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടോ? എന്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് വി മുരളീധരനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്.
ഈ സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ മാർച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ മാർച്ച് എത്തിയിട്ടുണ്ട്. അവിടെ ഈ മുരളീധരൻ സംസാരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ അനുവാദമില്ല, അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന ധാർമ്മികതയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ BJP ഇത്തരത്തിൽ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇവിടെ BJPയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും, ജില്ലാ നേതാക്കൾ, VV രാജേഷ് അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുതിർന്ന നേതാവ് V മുരളീധരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മാർച്ച് ഇവിടേക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് ഈ മാർച്ച് തുടങ്ങിയത്. അവിടെ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് മാർച്ച് എത്തിയത്. സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇപ്പോൾ മാർച്ച് എത്തിയിട്ടുണ്ട്. അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ തരത്തിൽ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മാർച്ച് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതും സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുന്നതും. വിജയകുമാർ. തിരുവനന്തപുരത്ത് BJP നേതാവ് V മുരളീധരൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. കൊച്ചിയിൽ നേരത്തെ BJPയുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നേരത്തെ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകരാണ് അവിടെ മാർച്ചിൽ പങ്കെടുത്തത്.